ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ വെച്ചുകൊണ്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഡ്രാഗൺ പ്രോൺസ്. ഈ പേര് കേട്ട് നിങ്ങളാരും ഞെട്ടണ്ട. പേരിൽ മാത്രമേ ഉള്ളൂ ഡ്രാഗൺ. ഉണ്ടാക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനു വേണ്ടി ഞാനിവിടെ 250 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള 250 ഗ്രാം ചെമ്മീനാണ്. ഞാനിത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഞാനിത് ഒരു 5-6 വാലൊന്നും കളയാതാണ് വെച്ചത്. നിങ്ങളതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്, കാരണം അതിന് എരിവ് കുറവാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി അധികം ഇടാം, വേണ്ടെങ്കിൽ കുറക്കാം, നിങ്ങളെ എരിവിനനുസരിച്ച് മാറ്റാം. ഇനി ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് നല്ലവണ്ണം മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു 20-30 മിനിറ്റ് എന്തായാലും നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ മൈദാ മാവ്, പിന്നെ 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ച ഒരു മിക്സ്ചറാണിത്. നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിൽ ഒന്ന് മുക്കിയെടുത്ത് ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെമ്മീൻ ഓരോന്നായി എടുത്ത് ഈ പൊടികൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചെറിയൊരു കോട്ടിങ്ങേ വേണ്ടു ഇതിന്. നമുക്കിതുപോലെ ചെയ്തെടുക്കാം. നമ്മുടെ എല്ലാ ചെമ്മീനും ഞാൻ ഇതുവരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ആയതുകൊണ്ട് അധിക സമയമൊന്നും എടുക്കൂല, വേഗം ഫ്രൈ ആയിക്കോളും. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ബാക്കിയുള്ള ചെമ്മീനും കൂടി നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എല്ലാ ചെമ്മീനും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ടിയുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനുവേണ്ടി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓയിലിൽ നിന്നും ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിലെടുത്ത് അരമുറി ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്യാൻ. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും കൂടി ചേർത്ത് 1 മിനിറ്റ് അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം തീ കുറച്ച് വെച്ച് ഒരു പച്ചമുളക് അരിഞ്ഞതും, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് ഇതിനെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കാരണം വിനാഗിരിൻ്റെ ആ പുളിപ്പിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് പഞ്ചസാര ചേർക്കുന്നത്. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും പിന്നെ 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒന്ന് മിക്സ് ചെയ്തതാണ്, അത് ഒഴിച്ചു കൊടുക്കാം. ഇത് നിങ്ങൾക്ക് കട്ടി അധികം തോന്നുകയാണെങ്കിൽ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അത് ഒരു 30 സെക്കൻഡ് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 മുറി കാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കാപ്സിക്കം ചേർക്കുമ്പോൾ എപ്പോഴും ലാസ്റ്റേ ചേർക്കാൻ പാടുള്ളൂ, കാരണം അധികം കുക്കായാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു കടിക്കുന്ന പാകത്തിൽ വേണം നമുക്ക് എപ്പോഴും കാപ്സിക്കം എടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത ചെമ്മീനും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അത് ഒരു 1-2 മിനിറ്റ് ഒന്ന് കുക്കാകാൻ വെച്ചാൽ മതി. കാരണം എല്ലാം ചെമ്മീനൊക്കെ ഫ്രൈ ആയതുകൊണ്ട് അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയുമാണ്. ചപ്പാത്തിയുടെയോ ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നമുക്കിത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ വെച്ച് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളുമായി ഞാൻ വരാം. താങ്ക് യു.